ഏപ്രിൽ 22, 2025. ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കശ്മീരിലെ പഹൽഗാം. അന്ന് ബൈസറൺ വാലിയിൽ വെച്ച് വെയിൽ കാഞ്ഞു നിന്നത് വെറുമൊരു പകലായിരുന്നില്ല. ഒരു ജനതയുടെ സ്വപ്നങ്ങളും സന്തോഷങ്ങളുമായിരുന്നു. വാനോളം ഉയർന്നു നിൽക്കുന്ന ദേവദാരു മരങ്ങൾക്കും വെള്ളിക്കുലിസണിഞ്ഞൊഴുകുന്ന പുഴകൾക്കുമപ്പുറം മിനി സ്വിറ്റ്സർലൻഡ് എന്ന് വിളിക്കപ്പെടുന്ന ആ താഴ്വര അതിൻ്റെ സർവ്വ സൗന്ദര്യത്തോടും കൂടി ചിരിച്ചു നിൽക്കുകയായിരുന്നു. അന്നും പതിവ് പോലെ നൂറുകണക്കിന് ആളുകൾ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം സമയം ചിലവഴിക്കാൻ കശ്മീരിലെ ഈ സുന്ദരമായ താഴ്വരയിലെത്തിയിരുന്നു. മാസങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യവുമായി കുടുംബത്തെ കശ്മീർ കാണിക്കാൻ കൊണ്ടുവന്ന ഒരച്ഛൻ, പരീക്ഷയിൽ മിന്നും വിജയം നേടിയ മകന് നൽകിയ വാക്ക് പാലിക്കാനെത്തിയ മാതാപിതാക്കൾ, പുതുജീവിതത്തിന്റെ നിറമുള്ള സ്വപ്നങ്ങളുമായി കൈകോർത്തു നടന്ന നവദമ്പതികൾ. അവരുടെ ക്യാമറ കണ്ണുകൾ പകർത്താൻ ശ്രമിച്ചത് പ്രകൃതിയുടെ വിസ്മയങ്ങളെ മാത്രമായിരുന്നില്ല, മറിച്ച് സകല സങ്കടങ്ങളും മറന്ന് അവർ അനുഭവിച്ച ആ സ്വർഗീയ നിമിഷങ്ങളെ കൂടിയായിരുന്നു. എന്നാൽ ആ സുന്ദരമായ ചിരികൾക്ക് ആയുഷ്യ മിനിറ്റുകൾ മാത്രമാണെന്ന് ആരും അറിഞ്ഞില്ല. പ്രകൃതി പോലും മരവിച്ചുപോയ നിമിഷം. ശാന്തമായ താഴ്വരയിലേക്ക് ദേവദാരു മരങ്ങളുടെ മറപറ്റി ആ 5-6 പേർ പാഞ്ഞെത്തി. സൈനിക വേഷം ധരിച്ചെത്തിയ അവർക്ക് പക്ഷേ കാവൽക്കാരുടെ മനസ്സായിരുന്നില്ല, അത് വേഷം മാറിയെത്തിയ മൃഗങ്ങളായിരുന്നു. അവരുടെ കൈകളിൽ വിനാശത്തിന്റെ വിത്തുപാകുന്ന M4 കാർബൈനുകളും AK-47 തോക്കുകളും, തോളിലെ ഭാരമേറിയ ബാഗുകളിൽ ഒളിപ്പിച്ചുവെച്ച ഗ്രനേഡുകളും വെടിയുണ്ടകളും. ഇരയെ കാത്തിരിക്കുന്ന വേട്ടക്കാരെ പോലെ അവർ പതുക്കെ ആ താഴ്വരയിലേക്ക് ഇരച്ചു കയറി. ആ സഞ്ചാരികളുടെ ചിരിയും നിഷ്കളങ്കതയും ഭീകരവാദികളെ അത്രമേൽ അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഭീകരവാദികൾ ആദ്യം ചെന്നെത്തിയത് തന്റെ കുടുംബത്തോടൊപ്പം ചിരിച്ചു സംസാരിച്ചിരുന്ന ശുഭം എന്ന വ്യക്തിയുടെ അടുത്തായിരുന്നു. പെട്ടെന്നൊരു ഭീകരൻ ശുഭത്തിനു നേരെ തോക്കു ചൂണ്ടി ഉറക്കെ നിലവിളിച്ചു, "പറയൂ, നീ ഹിന്ദുവാണോ അതോ മുസ്ലിമാണോ?" തോക്കിൻ മുനയിൽ നിൽക്കുന്ന ശുഭവും ഭാര്യയും ഭയം കൊണ്ട് വിറച്ചുപോയി. ഭീകരൻ വീണ്ടും അലറിയപ്പോൾ വിറയ്ക്കുന്ന ചുണ്ടുകളോടെ ശുഭം ആ ഒരൊറ്റ വാക്കുമാത്രം പറഞ്ഞു, "ഹിന്ദു." ആ വാക്ക് കേട്ടതും ഭീകരർ ഭ്രാന്തു പിടിച്ചവരെ പോലെയായി. നിമിഷങ്ങൾക്കകം റൈഫിളുകൾ ഗർജിച്ചു. വെടിയുണ്ടകൾ ശുഭത്തിന്റെ ശരീരത്തിൽ തുളച്ചുകയറി രക്തം ചീറ്റിയൊഴുകി അയാൾ നിലത്തു വീണു. തന്റെ കൺമുന്നിൽ ഭർത്താവ് മരിച്ചു വീഴുന്നത് കണ്ട് ശുഭത്തിന്റെ ഭാര്യ സഹായത്തിനായി നിലവിളിച്ചു കരഞ്ഞു. പിന്നീട് ഭീകരവാദികൾ ആ പ്രദേശം മുഴുവൻ വ്യാപിച്ചുകൊണ്ട് ഹിന്ദുക്കളെ ലക്ഷ്യം വെക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇന്ത്യൻ നേവിയിലെ ലഫ്റ്റനന്റ് വിനയ് നർവാളും അദ്ദേഹത്തിന്റെ വധു ഹിമാൻഷിയും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വിവാഹം കഴിഞ്ഞിട്ട് വെറും 6 ദിവസമേ ആയിരുന്നുള്ളൂ. തങ്ങളുടെ പുതിയ ജീവിതം കശ്മീരിലെ ഈ മനോഹരമായ ഭൂമിയിൽ തുടങ്ങാമെന്ന മോഹവുമായാണ് അവർ എത്തിയത്. എന്നാൽ ഭീകരവാദികൾ ആ സന്തോഷങ്ങളെ മരണത്തിന്റെ ഇരുട്ടിലേക്ക് തള്ളിയിട്ടു. വിനയുടെ അടുത്തെത്തിയ ഭീകരൻ അദ്ദേഹത്തിന്റെ പേരും മതവും ചോദിച്ചു. മറുപടി ഹിന്ദു എന്നായപ്പോൾ അവർ അദ്ദേഹത്തെയും വെടിവെച്ചു കൊന്നു. തിരികെ വരാത്ത തന്റെ പ്രിയതമന്റെ ചേതനറ്റ ശരീരത്തിനടുത്ത് കരഞ്ഞു തളർന്നിരിക്കാനേ ഹിമാൻഷയ്ക്ക് കഴിഞ്ഞുള്ളൂ. 2-4 മിനിറ്റ് നീണ്ടുനിന്ന ആ വെടിയൊച്ചകളിൽ ആ താഴ്വരയൊന്നാകെ വിറച്ചു. പരിസരമാകെ വെടിമരുന്നിന്റെ ഗന്ധം പടർന്നു. വെടിയൊച്ച കേട്ട് കുട്ടികൾ നിലവിളിച്ചു. സ്ത്രീകൾ അലമുറയിട്ടു. പുരുഷന്മാർ തങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും ജീവൻ രക്ഷിക്കാൻ നെട്ടോട്ടമോടി. ചിലർ മരങ്ങൾക്ക് പിന്നിലൊളിച്ചു. ചിലർ സഹായത്തിനായി അലറി വിളിച്ചു. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, ആ നിമിഷം അവരുടെ രക്ഷയ്ക്ക് ആരുമുണ്ടായിരുന്നില്ല. അമേരിക്കയിൽ ജോലി ചെയ്യുന്ന കൊൽക്കത്ത സ്വദേശിയായ ബ്രിട്ടൻ അധികാരി, ഭാര്യ സോഹിനി അധികാരി, 3 വയസ്സുള്ള മകൻ എന്നിവരോടൊപ്പമാണ് കാശ്മീർ കാണാനെത്തിയത്. വെടിയൊച്ച കേട്ട ആ കുഞ്ഞ് ഭയം കൊണ്ട് അലറി വിളിച്ചു. ബ്രിട്ടൻ ഒട്ടും വൈകാതെ മകന്റെ കൈ പിടിച്ചോടാൻ തുടങ്ങി. തന്റെ കുടുംബത്തെ മരണത്തിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് സോഹിനിയും ആഗ്രഹിച്ചു. എന്നാൽ ആ നിമിഷം തന്നെ ഭീകരർ അവരെ വളഞ്ഞു. ബ്രിട്ടൻ ഒരു ഹിന്ദുവാണെന്നറിഞ്ഞതോടെ ഭാര്യയുടെയും മകന്റെയും മുന്നിലിട്ട് ഭീകരർ അദ്ദേഹത്തെ വെടിയുണ്ടകൾ കൊണ്ട് തുളച്ചു. എല്ലായിടത്തും പരിഭ്രാന്തി പടർന്നു. ചിലർ നിലത്ത് വീണും തടഞ്ഞും ഓടാൻ ശ്രമിച്ചപ്പോൾ മറ്റു ചിലർ ഭയം കൊണ്ട് നിലത്ത് കമിഴ്ന്നു കിടന്നു. മണ്ണിൽ പറ്റിപ്പിടിച്ചു കിടന്നാൽ മരണത്തിൽ നിന്നും രക്ഷപ്പെടാം എന്നവർ കരുതി കാണും. അപ്പോഴാണ്
രക്തം പുരണ്ട മുഖവും കണ്ണുകളിൽ വന്യതയുമായി ഒരു ഭീകരൻ മുന്നോട്ട് വന്നാലറിയത്. എല്ലാ ഹിന്ദുക്കളും ഒരു വശത്തേക്കും മുസ്ലിംകൾ മറ്റൊരു വശത്തേക്കും മാറൂ. എല്ലാവരും സ്തംഭിച്ചുപോയി. ആർക്കും അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. പിന്നീട് ഓരോരുത്തരായി ഭീകരർ മതം ചോദിക്കാൻ തുടങ്ങി. നീ ഹിന്ദുവാണോ? അതേ എന്ന് മറുപടി പറഞ്ഞവരെയെല്ലാം അടുത്ത നിമിഷം അവർ വെടിവെച്ചു വീഴ്ത്തി. ആ നിഷ്കളങ്കരായ മനുഷ്യരുടെ കൂട്ടത്തിൽ സുശീൽ നഥാനിയേലിന്റെ കുടുംബവുമുണ്ടായിരുന്നു. ഒരു ഭീകരൻ സുശീലിന്റെ അടുത്തെത്തി ഗർജിച്ചു, മുട്ടുകുത്തിയിരുന്ന് കലിമ ചൊല്ല്. സുശീൽ വിറയലോടെ മറുപടി നൽകി, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എനിക്ക് കലിമ ചൊല്ലാൻ അറിയില്ല. ആ വാക്ക് കേട്ടയുടനെ ഭീകരൻ തന്റെ തോക്ക് സുശീലിന് നേരെ തിരിച്ച് അയാളുടെ ജീവനെടുത്തു. മറ്റൊരു വശത്ത് പല്ലവിയുടെ ഭർത്താവ് മഞ്ജുനാഥനെയും മതത്തിന്റെ പേരിൽ ഭീകരർ കൊലപ്പെടുത്തി. തന്റെ കൺമുന്നിൽ ഭർത്താവ് മരിച്ചു വീഴുന്നത് കണ്ട് തകർന്നുപോയ പല്ലവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭീകരരോട് പറഞ്ഞു, എന്നെയും കൊല്ലൂ, ഇനി ജീവിച്ചിരുന്നിട്ട് എനിക്കെന്തിനാ? ഇത് കേട്ടൊരു ക്രൂരനായ ഭീകരൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പോ, നിന്നെ ഞങ്ങൾ കൊല്ലുന്നില്ല, പോയി നിന്റെ ഗവൺമെന്റിനെ അറിയിക്ക്. അപ്പോഴേക്കും 20ഓളം പേർ കൊല്ലപ്പെട്ടിരുന്നു. പക്ഷേ ബൈസരൻ താഴ്വരയിൽ ആ ഭീകരത അവിടെയും അവസാനിച്ചില്ല. പിന്നീടവർ പുരുഷന്മാരെയെല്ലാം വരിയായി നിർത്തി മതത്തിന്റെ പേരിൽ കൊലപ്പെടുത്തി. ആ താഴ്വരയിൽ അപ്പോൾ ഭീതിയും വിലാപവും മാത്രമായിരുന്നു. കുട്ടികളുടെ കരച്ചിൽ, സ്ത്രീകളുടെ നിലവിളി, മണ്ണിൽ ഒഴുകുന്ന രക്തം. വായുവിൽ അപ്പോഴും ഭീകരരുടെ മതപരമായ ചോദ്യങ്ങൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. അതിനിടയിലാണ് ഒരു ഹിന്ദു വിനോദസഞ്ചാരിയെ തന്റെ കുതിരപ്പുറത്തിരുത്തി താഴ്വരയിലേക്ക് വരുന്ന ആദിൽ ഹുസൈൻ എന്ന യുവാവിനെ ഭീകരർ കണ്ടത്. മുസ്ലിം അല്ലാത്തവരുടെ രക്തം ചിന്താൻ മാത്രം വന്ന ഭീകരർ ആദിലിനെ അവഗണിച്ച് കുതിരപ്പുറത്തിരുന്ന സഞ്ചാരിയെ ലക്ഷ്യം വെച്ചു. എന്നാൽ വെടിയുതിർക്കുന്നതിനു മുൻപേ തന്റെ ജീവൻ പോലും പണയപ്പെടുത്തി ആദിൽ തനിച്ചു ഭീകരരെ നേരിട്ടു. ഒരു ഭീകരന്റെ കയ്യിൽ നിന്നും റൈഫിൾ പിടിച്ചുവാങ്ങാൻ അവൻ ശ്രമിച്ചു. പക്ഷേ ആദിലിന്റെ കരുത്ത് ആ ആയുധധാരികൾക്ക് മുന്നിൽ തോറ്റുപോയി. നിമിഷങ്ങൾക്കകം വെടിയുണ്ടകൾ അവനെ മരണത്തിലേക്ക് തള്ളിവിട്ടു. ആദിലിന് വേണമെങ്കിൽ മാറി നിന്ന് സ്വന്തം ജീവൻ രക്ഷിക്കാമായിരുന്നു. പക്ഷേ മതത്തിന്റെ പേരിൽ അക്രമം നടത്തുന്നവർക്കിടയിൽ മനുഷ്യത്വത്തിന് വില കൽപ്പിക്കുന്നവരുണ്ടെന്നതിന് അവൻ ഒരു ഉദാഹരണമായി മാറി. ആ ഭീകരന്മാരുടെ തലയിൽ ഒരുതരം ഭ്രാന്ത് പിടിമുറുക്കിയിരുന്നു. തങ്ങൾ ചെയ്യുന്ന ക്രൂരതകൾ റെക്കോർഡ് ചെയ്യാൻ അവർ ശരീരത്തിൽ ക്യാമറകൾ ഘടിപ്പിച്ചിരുന്നു. ഇതുവഴി സ്വന്തം യജമാനന്മാരുടെ പ്രശംസ പിടിച്ചുപറ്റുകയായിരുന്നു അവരുടെ ലക്ഷ്യം. കൊലപ്പെടുത്താൻ പുരുഷന്മാരെ ആരെയും കാണാതായപ്പോൾ മരിച്ചുകിടന്നവരുടെ ശരീരത്തിലേക്ക് അവർ വീണ്ടും വെടിയുതിർത്തു. ചോരയിൽ കുളിച്ച ആ ശരീരങ്ങൾക്കൊപ്പം നിന്ന് ആ ക്രൂരന്മാർ ചിരിച്ചുകൊണ്ട് സെൽഫികൾ എടുത്തു. ഏകദേശം 300 റൗണ്ട് വെടിവെപ്പാണ് അവർ നടത്തിയത്. അത്ഭുതകരമെന്ന് പറയട്ടെ, അവരൊരു സ്ത്രീയെ പോലും കൊലപ്പെടുത്തിയില്ല. കാരണം അവർക്ക് ഈ സ്ത്രീകൾ ആ ക്രൂരതയുടെ സാക്ഷികൾ മാത്രമല്ലായിരുന്നു, മറിച്ച് തങ്ങളുടെ ക്രൂരതയുടെ വാർത്ത രാജ്യത്തെയും സർക്കാരിനെയും അറിയിക്കാൻ അവർ ബാക്കി വെച്ചവരായിരുന്നു. ഈ ഭീകരാക്രമണത്തിൽ 26 നിരപരാധികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 20ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ജമ്മു കാശ്മീരിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു ഇത്. 26 പേരെ കൂട്ടക്കൊല ചെയ്ത ശേഷം ആ ഭീകരർ ദേവദാരു കാടുകൾക്കുള്ളിലേക്ക് ഓടിമറഞ്ഞു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ അലമുറയിട്ട് കരയുന്നുണ്ടായിരുന്നു. പരിക്കേറ്റവർ സഹായത്തിനായി വേദനയോടെ പുളഞ്ഞു. എന്നാൽ അവിടെ സുരക്ഷാസേനയുടെ ഒരു ലക്ഷണവുമുണ്ടായിരുന്നില്ല. അവരെ രക്ഷിക്കാനോ പ്രത്യാശ നൽകാനോ ആരുമുണ്ടായിരുന്നില്ല. ബൈസരൻ താഴ്വര ഉയരത്തിലുള്ള സ്ഥലമായതിനാൽ അവിടേക്ക് വാഹനങ്ങളെത്തില്ല. നടന്നോ കുതിരപ്പുറത്തോ മാത്രമേ അവിടെ എത്താൻ കഴിയൂ. പരിക്കേറ്റവരുടെ നിലവിളി കേട്ട ചില നാട്ടുകാർ നിസ്സഹായരായി നോക്കി നിന്നപ്പോൾ ധൈര്യശാലികളായ മറ്റു ചില കാശ്മീരികൾ സഹായത്തിനെത്തി. അവർ കുട്ടികളെ തോളിലേറ്റി താഴെയെത്തിച്ചു. പരിക്കേറ്റവരെ കുതിരപ്പുറത്ത് കയറ്റി സഹായിച്ചു. ഇത്ര വലിയ ആക്രമണം നടന്നിട്ടും ഏറെ നേരത്തേക്ക് CRPFനോ പോലീസിനോ വിവരം ലഭിച്ചില്ല. അവിചാരിതമായാണ് CRPF ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ രാജേഷ് കുമാർ ആ വഴി വന്നത്. താഴേക്ക് ഓടിവരുന്ന ആളുകളുടെ പരിഭ്രാന്തിയും നിലവിളിയും കേട്ട അദ്ദേഹം ഒരു കുതിരക്കാരനെ നിർത്തി ചോദിച്ചു, ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ? ആ കുതിരക്കാരൻ മറുപടി നൽകി, സാബ്, ബൈസരണിൽ വെടിവെപ്പ് നടന്നു. ഒരുപാട് പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർ പരിക്കേറ്റ് കിടക്കുന്നുണ്ട്. ഒട്ടും വൈകാതെ അദ്ദേഹം അടുത്തുള്ള CRPF ക്യാമ്പിൽ വിവരമറിയിച്ചു. ക്വിക്ക് ആക്ഷൻ ടീമിനോട് എത്രയും പെട്ടെന്ന് ബൈസരൻ താഴ്വരയിലേക്ക് എത്താൻ ഉത്തരവിടുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം സ്വയം സംഭവസ്ഥലത്തേക്ക് തിരിച്ചു.
ഭീകരാക്രമണ വിവരം ലഭിച്ച ഉടൻ തന്നെ CRPF ഉണർന്നു പ്രവർത്തിച്ചു. 25 കമാൻഡോകൾ അടങ്ങുന്ന ക്വിക്ക് ആക്ഷൻ ടീം മിനിറ്റുകൾക്കുള്ളിൽ ബൈസറൻ താഴ്വരയിലേക്ക് തിരിച്ചു. ഈ ക്യാമ്പ് താഴ്വരയിൽ നിന്നും 7 കിലോമീറ്റർ അകലെയായിരുന്നു. ദുർഘടമായ മലമ്പ്രദേശമായതിനാൽ സ്ഥലത്തെത്താൻ അവർക്ക് 40 മിനിറ്റ് വേണ്ടിവന്നു. അവിടെ എത്തിയുടൻ ആ പരിസരത്ത് എവിടെയെങ്കിലും ഭീകരർ ഒളിച്ചിരിപ്പുണ്ടോ എന്നവർ പരിശോധിച്ചു. ഭീകരരെ കണ്ടെത്താനായില്ലെങ്കിലും ഭയം കൊണ്ട് വിറച്ചു നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളെ അവർക്ക് കാണാൻ കഴിഞ്ഞു. അവരുടെ കണ്ണുകളിൽ അപ്പോഴും മരണഭീതി നിഴലിച്ചിരുന്നു. വെടിയേറ്റ 3 പേർ രക്തം വാർന്ന അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. അവർക്ക് അടിയന്തര ചികിത്സ ആവശ്യമായതിനാൽ ഹെലികോപ്റ്റർ മാർഗം അനന്ത്നാഗിലെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ നിർഭാഗ്യവശാൽ അമിതമായി രക്തം വാർന്നതിനെ തുടർന്ന് ഒരാൾ വഴിമധ്യേ മരണമടഞ്ഞു. മറ്റു 2 പേരെ സുരക്ഷിതമായ ആശുപത്രിയിലെത്തിച്ചു. ബാക്കിയുള്ള പരിക്കേറ്റവരെയും അടുത്തുള്ള മെഡിക്കൽ സെന്ററുകളിൽ എത്തിച്ചു. വൈകാതെ തന്നെ സൈന്യവും ജമ്മു കാശ്മീർ പോലീസും സ്ഥലത്തെത്തുകയും സംയുക്തമായി വലിയൊരു രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ഭീതിയുടെ ആഴം എത്രത്തോളമായിരുന്നുവെന്നാൽ സഹായിക്കാൻ വന്ന CRPF ജവാന്മാരെ കണ്ടപ്പോൾ പലരും അവരെ ഭീകരവാദികളാണെന്ന് തെറ്റിദ്ധരിച്ചു. കാരണം ഭീകരരും സൈന്യത്തിൻ്റെയും പോലീസിൻ്റെയും വേഷത്തിലായിരുന്നു എത്തിയത്. ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് ജവാന്മാരുടെ കാലുപിടിച്ചപേക്ഷിച്ചു, ദയവായി എൻ്റെ കുഞ്ഞിനെ കൊല്ലരുത്, എനിക്ക് എൻ്റെ ഭർത്താവിനെ ഇതിനകം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ആ സ്ത്രീയുടെ ഭയം കണ്ട് ജവാന്മാരുടെ ഉള്ളൊന്നു പിടഞ്ഞു. അവർ ഉടൻ തന്നെ എല്ലാവരെയും ശാന്തരാക്കുകയും തങ്ങൾ രക്ഷിക്കാനെത്തിയ ഇന്ത്യയുടെ സൈനികരാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യൻ സൈന്യം രക്ഷാപ്രവർത്തനത്തിനെത്തിയെങ്കിലും 26 നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെട്ടത് രാജ്യത്തിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് മേൽ വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തി. അവിടെ സുരക്ഷാസേനയുടെ സാന്നിധ്യമില്ലാതിരുന്നത് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ വലിയ വീഴ്ചയായാണ് വിലയിരുത്തപ്പെട്ടത്. ഞെട്ടിക്കുന്ന വസ്തുതയെന്തെന്നാൽ ഈ ആക്രമണത്തിന് മുൻപ് തന്നെ 2025 ഏപ്രിൽ 4-ന് ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് ഒരു മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു. പാകിസ്ഥാൻ ഭീകര സംഘടന തങ്ങളുടെ പ്രാദേശിക ഏജന്റുകളോട് പഹൽഗാമിലെ ഹോട്ടലുകൾ നിരീക്ഷിക്കാൻ നിർദ്ദേശിച്ചുവെന്ന വിവരം മൾട്ടി ഏജൻസി സെന്റർ SMAC വഴി പങ്കുവച്ചിരുന്നു. എന്നിട്ടും അവിടെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നില്ല. പിന്നീട് സർക്കാർ നൽകിയ വിശദീകരണം പ്രാദേശിക അധികൃതർ സുരക്ഷാ ഏജൻസികളെ അറിയിക്കാതെ തന്നെ ബൈസറൺ വാലി സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തു എന്നതായിരുന്നു. സാധാരണയായി ജൂൺ മാസത്തിൽ അമർനാഥ് യാത്രയുടെ സമയത്താണ് ഇവിടം തുറക്കാറുള്ളത്. എന്നാൽ താഴ്വര തുറന്ന കാര്യം അവിടെ ചായ വിൽക്കുന്നവർക്കും ആയിരക്കണക്കിന് സഞ്ചാരികൾക്കും അറിയാമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് സർക്കാരോ സുരക്ഷാ ഏജൻസികളോ അതറിഞ്ഞില്ല എന്ന ചോദ്യം ബാക്കിയായി. അത്യാധുനിക ആയുധങ്ങളുമായി ഭീകരർക്ക് എങ്ങനെ ഇത്ര എളുപ്പത്തിൽ കാശ്മീരിൽ കടന്നുകയറി ആക്രമണം നടത്തി രക്ഷപ്പെടാൻ കഴിയുന്നത് വലിയൊരു വൈരുദ്ധ്യമാണ്. ഇത് ജമ്മു കാശ്മീരിലെ ആദ്യത്തെ ആക്രമണമല്ല. 2016-ലെ ഉറി ആക്രമണം, ബാരാമുള്ള ആക്രമണം, 2019-ലെ പുൽവാമ, 2024-ലെ റിയാസി, ഇതിലെല്ലാം നമ്മുടെ സുരക്ഷാസേനയ്ക്ക് വീഴ്ചകൾ സംഭവിക്കുന്നത് ദുരന്തങ്ങൾ നടന്നതിന് ശേഷമാണ്. എന്തുകൊണ്ടാണ് ഇന്റലിജൻസ് ഏജൻസികളും സുരക്ഷാസേനയും തമ്മിൽ കൃത്യമായ ഏകോപനം സാധ്യമാകാത്തത്? രാജ്യത്ത് ഏതു പാർട്ടി ഭരിച്ചാലും ഭീകരർ പലപ്പോഴും അവരുടെ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നു. 2001-ലെ പാർലമെന്റ് ആക്രമണം മുതൽ മുംബൈ ആക്രമണവും പഠാൻകോട്ട് ആക്രമണവും വരെ ഭീകരർ രാജ്യത്തിന് മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു. പഹൽഗാം ആക്രമണ വാർത്ത മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ രാജ്യം ഒന്നടങ്കം സ്തംഭിച്ചുപോയി. തന്റെ കൺമുന്നിൽ ഭർത്താവും പിതാവും കൊല്ലപ്പെട്ടവർ ആ ഭീകരതയെക്കുറിച്ച് വിവരിച്ചപ്പോൾ ഓരോ ഇന്ത്യക്കാരൻ്റെയും ഉള്ളിൽ കനലായതു മാറി. എല്ലാവരുടെയും കണ്ണുകളിൽ കണ്ണീരും ഉള്ളിൽ പ്രതികാരദാഹവുമായിരുന്നു. ഇന്ത്യൻ സർക്കാർ ഉടൻ തന്നെ നടപടികളിലേക്ക് കടന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പെഹൽഗാം സന്ദർശിച്ചു. പെഹൽഗാം ആക്രമണ സമയത്ത് സൗദി അറേബ്യയിലായിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ സന്ദർശനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഉടൻ തന്നെ ഇന്ത്യയിൽ തിരിച്ചെത്തി. തൊട്ടടുത്ത ദിവസം ഏപ്രിൽ 23-ന് അദ്ദേഹം ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയുടെ അടിയന്തര യോഗം വിളിച്ചുകൂട്ടി. പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകുന്നതിനെക്കുറിച്ച് ഗൗരവമായ ചർച്ചകളും നടന്നു. ഈ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഏറ്റെടുത്തിരുന്നു. പാകിസ്ഥാൻ ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തൊയ്ബയുടെ ഒരു നിഴൽ രൂപം മാത്രമാണ് TRF. എന്നാൽ യഥാർത്ഥത്തിൽ ഇവർ വെറും കരുക്കൾ മാത്രമാണ്. മതം ചോദിച്ച ആളുകളെ കൊന്നത് ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഭിന്നതയുണ്ടാക്കാനായിരുന്നു. പാക് ആർമി ചീഫ് അസീം മുനീർ തന്നെ മുൻപ് തന്റെ പ്രസംഗത്തിൽ നമ്മൾ ഹിന്ദുക്കളിൽ നിന്നും വ്യത്യസ്തരാണ് എന്ന് പ്രഖ്യാപിച്ചു വിദ്വേഷം പടർത്തി. ഇത്തരമൊരു ചിന്താഗതിയുള്ള സൈനിക മേധാവിയുള്ള രാജ്യത്ത് നിന്ന് ഭീകരതയല്ലാതെ മറ്റെന്താണ് പ്രതീക്ഷിക്കുക? അതുകൊണ്ട് തന്നെ ഇത്തവണ പാകിസ്ഥാന്റെ നടുവൊടിക്കുന്ന തീരുമാനങ്ങളാണ് ഭാരത സർക്കാർ കൈക്കൊണ്ടത്.
CCS യോഗത്തിൽ മുമ്പെങ്ങുമില്ലാതെ വിധം കടുത്ത തീരുമാനങ്ങളെടുത്തു. ഇന്ത്യ ആദ്യം ചെയ്തത് 1960 സിന്ധു നദീജല കരാർ സസ്പെൻഡ് ചെയ്യുകയെന്നതാണ്. 1965, 1971, 1999 യുദ്ധസമയത്ത് പോലും ഇന്ത്യ ചെയ്യാത്ത കാര്യമാണിത്. പാകിസ്ഥാന്റെ 80% കൃഷിഭൂമിയും സിന്ധു നദിയെയും പോഷക നദികളെയും ആശ്രയിച്ചാണ് കഴിയുന്നത്. വെള്ളം തടയുന്നതോടെ പാകിസ്ഥാന്റെ സമ്പദ്വ്യവസ്ഥ തകരും. കൂടാതെ മുൻകൂട്ടി അറിയിക്കാതെ വെള്ളം തുറന്നുവിടാനും ഇന്ത്യക്ക് കഴിയും. ഇത് പാകിസ്ഥാനിൽ വരൾച്ചയോ പ്രളയമോ ഉണ്ടാക്കാം. രണ്ടാമതായി അട്ടാരി ചെക്ക് പോസ്റ്റ് അടച്ചുപൂട്ടി. ഇതുവഴി പാകിസ്ഥാനിലേക്ക് അയച്ചിരുന്ന പച്ചക്കറികൾ, സോയാബീൻ തുടങ്ങിയ സാധനങ്ങൾ നിലച്ചതോടെ അവർക്ക് ആയിരക്കണക്കിന് കോടിയുടെ നഷ്ടമുണ്ടായി. മൂന്നാമതായി സാർക്ക് വിസ ഇളവ് പദ്ധതി റദ്ദാക്കി. നാലാമതായി ഇന്ത്യയിലുള്ള എല്ലാ പാക് പൗരന്മാരോടും 48 മണിക്കൂറിനകം രാജ്യം വിടാൻ ഉത്തരവിട്ടു. ഇന്ത്യയിൽ ചികിത്സ തേടിയിരുന്ന പാക് രോഗികൾക്കും പാകിസ്ഥാനിൽ വിവാഹം കഴിച്ചയച്ച ഇന്ത്യൻ സ്ത്രീകൾക്കും ഇത് വലിയ തിരിച്ചടിയായി. അഞ്ചാമതായി ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷനിലുള്ള ഡിഫൻസ് അഡ്വൈസർമാരോട് ഒരാഴ്ചയ്ക്കകം രാജ്യം വിടാൻ നിർദ്ദേശിച്ചു. കൂടാതെ ഇന്ത്യയിൽ നിന്നും വരുമാനമുണ്ടാക്കിയിരുന്ന പാക് ചാനലുകൾക്കും ഇൻഫ്ലുവൻസർമാർക്കും നിരോധനം ഏർപ്പെടുത്തി. NIA അന്വേഷണം ഊർജിതമാക്കി. ഭീകരരെ കണ്ടെത്താൻ ഇന്ത്യൻ സൈന്യം തിരച്ചിൽ തുടങ്ങി. ഭീകരർക്ക് അഭയം നൽകിയവരുടെ വീടുകൾ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് തകർത്തു. ഈ ഏറ്റുമുട്ടലുകൾക്കിടയിൽ 4 പാര SF-ലെ ഹവിൽദാർ ജന്തു അലി ഷെയ്ഖ് വീരമൃത്യു വരിച്ചു. ഇന്ത്യയുടെ ഈ കടുത്ത നിലപാട് കണ്ട് ആദ്യം ഉത്തരവാദിത്തം ഏറ്റെടുത്ത TRF ഭയന്നു പിന്മാറി. തങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതാണെന്നും തങ്ങൾക്കിതിൽ പങ്കില്ലെന്നും അവർ വാദിച്ചു. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് അന്വേഷണത്തിൽ സഹകരിക്കാമെന്ന് പറഞ്ഞ് ഇന്ത്യയോട് അപേക്ഷിച്ചു. എന്നാൽ 2016 പത്താൻകോട്ട് എയർബേസ് ആക്രമണമുണ്ടായപ്പോൾ ഇന്ത്യ ചെയ്ത തെറ്റ് ഇത്തവണ ആവർത്തിച്ചില്ല. അന്ന് ഇരു രാജ്യങ്ങളിലെയും അന്വേഷണ സംഘങ്ങൾ പരസ്പരം സന്ദർശിക്കുമെന്ന് തീരുമാനിച്ചിരുന്നു. ഇന്ത്യ പാക് സംഘത്തെ അനുവദിച്ചെങ്കിലും പാകിസ്ഥാൻ തിരിച്ചുള്ള അനുമതി നിഷേധിക്കുകയും മാത്രമല്ല, ആക്രമണം ഇന്ത്യ തന്നെ കെട്ടിച്ചമച്ചതാണെന്ന് പറഞ്ഞ് പഴിചാരുകയും ചെയ്തു. ഇന്ത്യ ഇത്തവണ പിന്നോട്ടില്ലെന്ന് കണ്ടപ്പോൾ പാകിസ്ഥാൻ പരിഭ്രാന്തിയിലായി. ഷിംല കരാർ റദ്ദാക്കുകയും ഇന്ത്യൻ വിമാനങ്ങൾക്ക് തങ്ങളുടെ വ്യോമപാത നിഷേധിക്കുകയും ചെയ്തു. 2016 ഉറി സർജിക്കൽ സ്ട്രൈക്കും 2019 ബാലാകോട്ടും പാകിസ്ഥാനുമേൽ ഭയം നിറച്ചു. പഹൽഗാം ആക്രമണത്തിനു പിന്നാലെ ഇന്ത്യൻ കമാൻഡോകൾ തങ്ങളുടെ താവളങ്ങൾ തകർക്കുമെന്ന് ഭയന്ന് അവർ LOCയിൽ നിരന്തരം വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടിരുന്നു. ഏപ്രിൽ 29 പ്രധാനമന്ത്രി ഉന്നത പ്രതിരോധ ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയോടെ പാകിസ്ഥാന്റെ ഭയം ഇരട്ടിച്ചു. ഭീകരത തുടച്ചു നീക്കാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്നും മറുപടി എപ്പോൾ എങ്ങനെ നൽകണമെന്ന് അവർക്ക് തീരുമാനിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയ്ക്കൊപ്പം നിന്നപ്പോൾ ചൈന പാകിസ്ഥാനെ പിന്തുണച്ചു. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും വലിയ സമ്പദ്വ്യവസ്ഥയാകാനുള്ള കുതിപ്പും ചൈനയെ ഭയപ്പെടുത്തുന്നു. അതുകൊണ്ടുതന്നെ ഇന്ത്യ തകർക്കാൻ അവർ പാക് ഭീകരതയെ കൂട്ടുപിടിച്ചു. പഞ്ചാബിലെ ഭീകരതയെ അടിച്ചമർത്താൻ കഴിഞ്ഞ ഇന്ത്യക്ക് കശ്മീരിൽ എന്തുകൊണ്ട് അതിന് സാധിക്കുന്നില്ല എന്നത് ചിന്തിക്കേണ്ട വിഷയമാണ്. പഞ്ചാബിൽ സർക്കാരിന് പൂർണ്ണ നിയന്ത്രണമുണ്ടായിരുന്നു. എന്നാൽ കശ്മീരിൽ സ്ഥിതി വ്യത്യസ്തമാണ്. 1948 യുദ്ധത്തിന് ശേഷം ജമ്മു കാശ്മീരിൻ്റെ 35% ഭാഗം പാകിസ്ഥാന്റെ കൈവശമാണ്. പാക് അധീന കശ്മീരിനെ അവർ ഭീകരതയുടെ കേന്ദ്രമാക്കി മാറ്റി. അവിടുത്തെ മലനിരകളും കാടുകളും അതിർത്തിയിലെ കുറഞ്ഞ സുരക്ഷയും ഭീകരർക്ക് നുഴഞ്ഞുകയറ്റം എളുപ്പമാക്കുന്നു. മുസഫറാബാദ്, കോട്ട്ലി തുടങ്ങിയ ഇടങ്ങളിൽ ലഷ്കർ, ജയ്ഷെ മുഹമ്മദ് തുടങ്ങിയ സംഘടനകൾ യുവാക്കളെ പരിശീലിപ്പിച്ച് ഇന്ത്യക്കെതിരെ വിഷം കുത്തിവെച്ച് അവരെ ഭീകരരാക്കുന്നു. ഈ താവളങ്ങൾ ഇല്ലാതാക്കാൻ ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തിയെങ്കിലും ഇരുട്ടിൻ്റെ മറവിൽ ഭീകരതയുടെ കൃഷി അവിടെ വീണ്ടും നടക്കുന്നു. അതുകൊണ്ടുതന്നെ പാകിസ്ഥാന്റെ ഭീകരത അവസാനിപ്പിക്കാൻ പാക് അധീന കശ്മീർ ഇന്ത്യയുടെ നിയന്ത്രണത്തിലാകേണ്ടത് അനിവാര്യമാണ്. POK തിരിച്ചുപിടിക്കുമെന്ന ഭാരത സർക്കാർ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതത്ര എളുപ്പമല്ല. 1948 കശ്മീർ വിഷയം UN-ൽ എത്തിച്ചത് വലിയൊരു വീഴ്ചയായിരുന്നു. POK തിരിച്ചുപിടിക്കാൻ ശ്രമിച്ചാൽ UN ഇടപെടലുണ്ടാകും. അമേരിക്കയും റഷ്യയും ഭാരതത്തിനൊപ്പം നിന്നാലും ചൈന വീറ്റോ അധികാരം ഉപയോഗിച്ച് തടസ്സമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. നയതന്ത്രം പരാജയപ്പെട്ടാൽ ഒരുപക്ഷെ വലിയൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാം. ഇരു രാജ്യങ്ങളും ആണവായുധങ്ങൾ ഉള്ളവരായതിനാൽ അത് ലോകത്തിന് തന്നെ ഭീഷണിയാണ്. വിട പറഞ്ഞുപോയ ആ 26 മനുഷ്യർ വെറും അക്കങ്ങളല്ല. അവർ തകർന്നുപോയ 26 കുടുംബങ്ങളുടെ പ്രതീക്ഷകളായിരുന്നു. അച്ഛൻ്റെ കൈവിടാതെ പേടിയോടെ കരഞ്ഞ ആ 3 വയസ്സുകാരനും തൻ്റെ ജീവിതം തുടങ്ങും മുൻപേ പ്രിയതമനെ നഷ്ടപ്പെട്ട ഹിമാൻഷിയും മാനവികതയ്ക്ക് വേണ്ടി ജീവൻ നൽകിയ ആദിലും ഇന്നും ആ താഴ്വരയിലെ ഓരോ കല്ലിലും മണ്ണിലും നീറുന്ന ഓർമ്മകളാണ്.
സ്വർഗമെന്ന് കരുതി വന്നവർക്ക് മുന്നിൽ നരകം തുറക്കപ്പെട്ട ആ നിമിഷം മനുഷ്യത്വത്തിൻ്റെ മുഖത്തേറ്റ മായാത്ത ഒരു കറുത്ത പാടായി എന്നും നിലനിൽക്കും. നഷ്ടപ്പെട്ട ജീവനുകൾക്ക് പകരം നൽകാൻ ഈ ലോകത്ത് ഒന്നിനും കഴിയില്ല എന്ന നഗ്നമായ സത്യം മാത്രം ബാക്കിയാകുന്നു.